നമുക്ക് ആദ്യം ഇതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. ഇതൊരു 10-11 കിലോ ഉണ്ട് ഈ കാല്. ചെറിയ കുട്ടിയാണ്, കുട്ടി പോത്തിൻ്റെ കാലാണത്. ഇത് നമ്മൾ ഫുള്ളായി കറി വയ്ക്കാൻ പോകണം. അതിൽ രോമൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാതെ. അതുപോലെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചെത്തിയെടുക്കാണ്ട് ബ്രെഡൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നല്ല ബ്ലഡൊക്കെ ഉണ്ട്. നല്ല വൃത്തിയാക്കി എടുക്കണം. ഒരു 4-5 തവണ കഴുകണം. ഇതൊക്കെ ചെത്തിയെടുക്കത്തില്ല, വേസ്റ്റാണത്. നമ്മൾ പോത്തിട്ട് കാലൊക്കെ ഒരു 4-5 തവണ നല്ലപോലെ കഴുകി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇതിലൊരു ലൈൻ ഇട്ട് കൊടുക്കണം. ഒരു ലൈനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊക്കെ ഒന്ന് ഒരു ലൈൻ ഇട്ടെടുക്കണം. ഇത് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ശരിക്കും ഉള്ളിലൊക്കെ മസാലയൊക്കെ കയറുള്ളൂ. മറിച്ചിടാം. ഈ സൈഡ് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. നമ്മൾ ഏകദേശം ഒരു പീസിൻ്റെ വലിപ്പത്തിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ശരിക്കും മസാല ഉള്ളിൽ കറങ്ങില്ല. മസാല ഉള്ളിൽ കറങ്ങാണ്ടിരുന്നാൽ പിന്നെ നമ്മൾ ചെയ്ത പണി വേസ്റ്റാവും. ഓക്കെ, ശരിക്കൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഫുള്ളായി ലൈൻ ഇട്ടെടുത്തിട്ടുണ്ട്. അതെ, നമുക്കിത് മസാലയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ചട്ടിൻ്റെ കൂടെ ഇങ്ങനെ മടക്കി വയ്ക്കാം. നമുക്കിത് കുറച്ച് മുളക് പൊടി, സാധാ മുളക് പൊടിയാണത്. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പാകത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇത് മസാലയൊക്കെ ഒന്ന് നല്ല മയത്തിലായി വരാനാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി, ഇത് നമുക്ക് കറിക്കും കൂടിയുള്ള ഉള്ളിയാണത്. കുറച്ച് വിനാഗിരി, ഇത് എല്ലാ ഭാഗത്തും അപ്പുറത്തപ്പുറത്ത് നന്നായി തേച്ച് പിടിപ്പിക്കണം. എങ്കിൽ കറക്റ്റാകണം. അപ്പുറത്തായിട്ടല്ല. ഓക്കെ, 2 സൈഡും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ശരിക്കും ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കണമെങ്കിൽ നന്നായിരിക്കും. നമ്മൾ പിന്നെ വലിയ പീസായതുകൊണ്ടാണ് ചെയ്തത്. ബീഫ് കുറച്ചൊക്കെ ചെയ്യുമ്പോൾ 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ നല്ലത്. നമ്മൾ വെച്ചിട്ടൊരു അരമണിക്കൂറായി. അടിപൊളി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് വെന്താന്നൊന്നും ഒരു അര വേവായാൽ മതി. ബാക്കി നമ്മൾ മസാലയെ കൂട്ടി വേവിക്കുമ്പോൾ കറക്റ്റായി. നല്ലോണം വന്നിട്ടുണ്ട്. ചൂട് നോക്കാം. ഒക്കെ വന്നിട്ടുണ്ട്. റെഡി. നമുക്ക് ഇറക്കി വെച്ച് അടുത്ത മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് പിടിച്ചോ. ഉരുളി വെച്ച് നമുക്ക് കറിയാക്കി എടുക്കാം ബീഫിനെ. റെഡി. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി നന്നായൊന്ന്
മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉള്ളി സവാളയാണ്. കുറച്ച് ചെറിയുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടി ഇടാം. ഒക്കെ കൂടെ ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വതക്കെടുത്ത് പെട്ടെന്ന് വതങ്ങി കിട്ടും. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി. ഇതിനത്ര എരിവുണ്ടല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ചാണത്. നന്നായി ഇതിൻ്റെ മണമൊന്ന് മാറുന്ന വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്കവിടെ ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം, അപ്പോഴേ കറക്റ്റാവുള്ളൂ. ഇത് നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാണത്. വെള്ളം മതിയായില്ല. വെള്ളം നന്നായി ഒഴിച്ച് കുറച്ചുകൂടെ വറ്റിച്ചെടുത്താലേ സംഗതി ക്ലിയർ ആവുള്ളൂ. നന്നായി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ ശരിക്കും ബീഫ് നന്നായി വേവും ചെയ്യും. ഈ വെള്ളവും പറ്റും. ഇതിനെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ശരിക്കും മസാലയൊക്കെ ഇറച്ചിക്കകത്ത് പിടിക്കണം. നമ്മളിത് വെച്ചിട്ട് കുറച്ച് നേരമായി. ഞാൻ 2-3 പ്രാവശ്യം തുറന്ന് നോക്കി. വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കണം. ഇനി കുറച്ച് തുറന്ന് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ 2-3 പ്രാവശ്യം തിരിച്ചൊക്കെ ഇട്ടതാണ്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്താണ്. പിന്നെ ഇത് വെള്ളമൊന്ന് വറ്റി ഗ്രേവി നല്ലോണം തിക്കായ റെഡി സംഗതി. ഒന്നുകൂടെ സൈഡൊന്ന് മറിച്ചിട്ട് വേവിച്ചാൽ സംഗതി ഉഷാറായിരിക്കും. നല്ല ചൂടാണ്, നമ്മൾ തുണി കൊണ്ട് പിടിക്കുന്നത്. ഓക്കെ, നല്ലോണം വെന്തിട്ടുണ്ട് സംഭവം. ഇനി വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി. ഗ്രേവിയെ ഒന്ന് തിക്കാക്കിയാൽ നമ്മുടെ പണി ഉഷാറായി. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി ഇറക്കി വയ്ക്കാം. ഓക്കെ, നല്ല ഗ്രേവിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല മണമുണ്ട് സംഭവം. നമുക്ക് ഇറക്കുന്നതിന് മുന്നേ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല മണമുണ്ടാവും. ഇനി നമുക്ക് കറി ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇറക്കി വയ്ക്കാം. ഫുള്ളായിട്ട് ലക്ഷ്മണ, ഫുള്ളായി ഇങ്ങനെ തട്ട്. ആളുണ്ട് ഇവിടെ. എടുത്തിട്ട് പോവാ, നമ്മുടെ പീസ് എടുത്തിട്ട് പോവാ. വെക്ക് 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 വെക്ക്. അടിപൊളിതാ
സംഗതി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കറി ഒഴുക്കി സൈഡ് കൂടെ ഒഴുക്കി. ഇവിടെ ഇങ്ങനെ ഒഴിക്കാം. മതി നമ്മുടെ ബീഫ് തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കത്തിയൊക്കെ എടുത്ത് വെച്ചിരിക്കണം മുറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ആവശ്യം വരും തോന്നിയതാണ്. നല്ല സൂപ്പറാണ്. എവിടെയുള്ള പീസൊക്കെ അടിപൊളിയായിട്ട് നല്ല ചൂടുണ്ട്. അതാണ് വലിക്കാനൊരിതാണത്. ആ കഴിച്ചോ. റെഡി. കുട്ടികൾക്ക് കഴിക്കാം പോട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ പറയാം. ഗ്രേവി സൂപ്പർ. ബീഫ് എങ്ങനെയുണ്ട് പിന്നെ വന്നിട്ടുണ്ടോ? സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സംഭവം. അപ്പോട്ടും പറയും വന്നിട്ടില്ലേ? അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ പോത്ത് കുട്ടിയാണ് മേടിച്ചത്, അതുകൊണ്ടാണ് വന്നത്. കാല് ചെറുതല്ലേ, വലുതാണെങ്കിൽ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് നമ്മൾ. ഇത് ചെറുതേ പറ്റുള്ളൂ. ഇത്രയും ഒന്നായി വെക്കുമ്പോഴേ സുൽഫാണ്ടാ അടിപൊളി സൂപ്പർ സംഭവം. സൗദി അറേബ്യയിലേക്കുള്ള ഒരു ഫീലാണ് ഇപ്പോൾ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പറായിട്ട്. അടിപൊളി സംഭവം. അപ്പോൾ ഓക്കെ, നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.